ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വഴുതനങ്ങ തീയൽ ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ഒരു വഴുതനങ്ങ, ഒരു തക്കാളി, ഒരു ഹാഫ് ഒനിയൻ. ആദ്യം തന്നെ വഴുതനങ്ങ നല്ലപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെക്കുക. ഇത് ശകലം മുഴുത്ത വഴുതനങ്ങയാണ്, അതുകൊണ്ട് ഇത് മുഴുവൻ ആവശ്യമില്ല. ഇതിൻ്റെ ഒരു പകുതിയോളം മതിയായിരിക്കും. അതുകൊണ്ട് ഒരു തക്കാളിയും ഒരു ഹാഫ് ഒനിയനും മതി. നല്ലപോലെ വൃത്തിയാക്കിയ ശേഷം കട്ട് ചെയ്യണം. ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെക്കുക, എണ്ണ ഒഴിക്കുക. അതിലേക്ക് സവോള കട്ട് ചെയ്തത് ആഡ് ചെയ്യുക. സവോള ഒരു ഓൾമോസ്റ്റ് മുരിഞ്ഞ് വരുമ്പം അതിന് മുന്നേ ആദ്യം തന്നെ ഉപ്പ് ആഡ് ചെയ്യുക. ഒത്തിരി അങ്ങ് ബ്രൗൺ ആകണ്ട, ഒരു പകുതി പരുവാകുന്നത് അതിന് മുന്നേ നമുക്ക് വഴുതനങ്ങ ആഡ് ചെയ്യാം. അതിനുശേഷം ശകലം കറിവേപ്പില ഇടുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർക്കുക. നല്ലപോലെ ഇളക്കുക. വെള്ളമൊന്നും ഇപ്പോൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഇളക്കിയ ശേഷം ശകലം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഒന്നും കൂടി നല്ലപോലെ ഇളക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം കവർ ചെയ്ത് വെക്കുക. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്നും കൂടി നല്ലപോലെ ഇളക്കുക. ഇതിപ്പോൾ വഴുതനങ്ങ മെഴുക്കുരുട്ടിയുടെ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീയലാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് അതിലേക്ക് ശകലം തക്കാളി ആഡ് ചെയ്യാം. ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്യുക. നല്ലപോലെ ഇളക്കുക. അതിനുശേഷം എഗെയിൻ നല്ലപോലെ കവർ ചെയ്ത് വെക്കുക. ആ സമയത്ത് തന്നെ ഒരു ചട്ടിക്കകത്ത് ശകലം നമുക്ക് തേങ്ങ വറുത്ത് എടുക്കണം. അതിന് വേണ്ടി തേങ്ങ വറുക്കാൻ ആവശ്യമായ തേങ്ങ ചേർക്കുക. ശകലം പെരുംജീരകം, കുരുമുളക് കുരുമുളക് ആഡ് ചെയ്യേണ്ടി, കുരുമുളക് ഇല്ലായിരുന്നു, പെരുംജീരകം ആഡ് ചെയ്യുക. അതിനുശേഷം ശകലം കറിവേപ്പില ആഡ് ചെയ്യുക. നല്ലപോലെ ഇത് ബ്രൗൺ ആയിട്ട് വരണം. ശകലം എണ്ണ ഒഴിക്കാം, കാരണം തേങ്ങയ്ക്ക് ഒട്ടും എണ്ണയുമായി ഇല്ലായിരുന്നു, അതുകൊണ്ട് ശകലം എണ്ണ ഒഴിക്കുക. അതിനുശേഷം നല്ലപോലെ അത് ചുമന്ന് തുടങ്ങുന്ന സമയത്ത് തീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം, അങ്ങോട്ട് കുറച്ച് വെക്കണം. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യേണ്ടതാണ്. അതിനായി അതിൽ തന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്യുക. മല്ലിപ്പൊടി 1.5 സ്പൂൺ മല്ലിപ്പൊടി. നല്ലപോലെ മൂക്കണം. മല്ലിപ്പൊടി മൂത്ത് വരുന്ന സമയത്ത് തീ കുറച്ച് വെക്കണം. ശകലം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഇത് നല്ലപോലെ കുറച്ച് വെക്കണം. ദെൻ ശകലം മുളക് പൊടി, ഇത് 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടി ആദ്യം ചേർത്ത്, അതിനുശേഷം ഇത് എരിവില്ലാത്ത പിരിയൻ മുളക് പൊടി അത് ആഡ് ചെയ്യും. എല്ലാം ശകലിച്ചാൽ മതി മുളക് പൊടിയൊക്കെ, എനിക്കത് എരിവ് ആവശ്യമില്ല. ശകലിച്ച മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുക. നല്ലപോലെ ഇത് മൂക്കുക. തീ ഓഫ് ചെയ്ത് വെച്ചേക്കണം. അത് കിടന്ന് നല്ലപോലെ അങ്ങ് മൂത്തോളും. നല്ലപോലെ ഇളക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നല്ലപോലെ ഇളക്കിയ ശേഷം മാറ്റി വെക്കുക. അത് ആറാൻ വേണ്ടി മാറ്റി വെക്കുക. അതിനുശേഷം ആറിക്കഴിഞ്ഞിട്ട് നല്ലപോലെ മിക്സിയിൽ ചെറിയ ജാറിനകത്ത് നല്ലപോലെ അരച്ചെടുക്കുക. എന്നിട്ട് അത് അരച്ച പേസ്റ്റ് അതിലേക്ക് ശകലം വെള്ളം ഒഴിച്ച് വേണം അരച്ചെടുക്കാൻ വേണ്ടി. എന്നിട്ട് ഈ അരച്ച പേസ്റ്റ് ഈ വഴുതനങ്ങയുടെ കൂട്ടിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. എന്നിട്ട് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ പരുവത്തിൽ ഓക്കെയാണ്.
ഈ പരുവത്തിൽ ഓക്കെയാണ്. പക്ഷേ ഇച്ചിരിയുടെ വെള്ളം ആട്ടുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് കുറുകും. നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട്, അത്യാവശ്യം ഒത്തിരി വെള്ളം ഒഴിക്കരുത്, ഒരു ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കിയിട്ട് തിളച്ച് വരണം. നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനാവശ്യമായ കടുക് പൊട്ടിച്ച് ചേർക്കാം. ഓൾറെഡി കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്തതാണ്, ഇനിയും കറിവേപ്പിലയുടെ അതിൻ്റെ ആവശ്യമില്ല. കടുക് പൊട്ടിച്ച് ആവശ്യത്തിന് ഉപ്പും പുളി നോക്കുക. വേണമെങ്കിൽ വാളംപുളി പിഴിഞ്ഞ് വെള്ളം ചേർക്കാവുന്നതാണ്. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, തക്കാളി ഉള്ളത് കാരണം അത്യാവശ്യം പുളിയുണ്ട്. ഇനി പുളി ചേർക്കുന്നില്ല, ജസ്റ്റ് കടുക് പൊട്ടിച്ച് ചേർക്കുന്നേ ഉള്ളൂ. ഇതിനായിട്ട് ശകലം എണ്ണയ്ക്കകത്തേക്ക് ശകലം കടുക് പൊട്ടിച്ചിട്ട് അങ്ങോട്ടേക്ക് ആഡ് ചെയ്യുക. ഇത്രയുള്ള ഈസി ആയിട്ട് വഴുതനങ്ങ തീയൽ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.